നമ്മുടെ ചിക്കൻ കറി. ഓഹ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു മെമ്മറി തന്നെയാണ് ഈ ചിക്കൻ കറി. ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അതൊരു മസാല ചിക്കൻ കറിയാണ് കേട്ടോ. ഈ ചിക്കൻ കറിക്ക് പുറകുമ്പോൾ ഒരു ചെറിയ കഥയുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പക്ഷേ ആ കഥ അങ്ങനെയല്ല. എനിക്കൊരു ജസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻകാരനുണ്ട്, ഒരു നീരജ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും വിളിക്കണ്ട കേട്ടോ, അപ്പോൾ കുറച്ച് കൂടുതലായി പോകും. അപ്പോൾ അവൻ ഞങ്ങൾക്ക് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി തരും. എന്നിട്ട് അവൻ ഇങ്ങനെ പറയും, അവൻ കുറേ വീടൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൻ ഇങ്ങനെ പറയും, മേരെ ഗർ പേ ഏസെ ബനായേഗാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തരും. കുറച്ച് കറിയിൽ ഒഴിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തരും. അത് കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പൊന്നി. ശരിക്കും വീട്ടിലെ അമ്മമാരുണ്ടാക്കി തരുന്ന ഫീൽ വരും. അത്രയും സ്നേഹത്തോടെ അത്രയും ഡെഡിക്കേഷനോടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ അത് നമ്മൾ അവൻ്റെ നിന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇൻഗ്രീഡിയൻറ്റിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചോപ്ഡ് കൊറിയാണ്ടർ. നന്നായിട്ട് ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ. ഗാർണിഷിനും പിന്നെ നമ്മുടെ കറി ഉണ്ടാക്കുമ്പോൾ ഇടാനും വേണം. പിന്നെ വേണ്ടത് മിൻ്റാണ്. മിൻ്റ് അധികം വേണ്ട, വളരെ കുറച്ച് മതി. 2-3 അല്ലിയൊക്കെ മതി. അതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ. പിന്നെ നല്ല കനം കുറച്ചരിഞ്ഞ് സ്ലൈസ് ചെയ്ത ഓണിയൻ, ഒരു ഓണിയൻ ഫുള്ളായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് വേണം. പിന്നെ ഒരു 4 ചില്ലി 1/2 അരിഞ്ഞത് അല്ലെങ്കിൽ സ്ലൈസ് ആക്കിയത്. സ്പൈസിയാണ് ഇതിൻ്റെ മെയിൻ ടോപ്പ്. പിന്നെ കേട് വേണം, കുറച്ച് കേട് വേണം. പിന്നെ വേണ്ടത് ഷാലഡ്, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഇനി വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. അത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. അടിപൊളിയായിരിക്കും. പിന്നെ ജാതിപത്രിയും കൂടി വേണം കേട്ടോ. എന്നിട്ട് അടുത്തത് നല്ല അടിപൊളി ചിക്കൻ, വാഷ് ചെയ്ത ചിക്കൻ. ഇനി നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വാഷ് ചെയ്ത ചിക്കനിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്യണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനത്തെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പർ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇടാം. അത്ര ഇടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒരുപാട് ഇടണ്ട, കുറച്ച് 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇടണം. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കൊറിയാണ്ടർ പൗഡർ, അതായത് നമ്മുടെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുള്ളൂ. 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്ലേവർ അതിലേക്ക് കിട്ടും. പിന്നെ കുറച്ചും കൂടി ഷാലഡ്, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്. ഷാലഡ്സ് നോർത്ത് ഇന്ത്യ യൂസ് ചെയ്യാറില്ല, പക്ഷെ അവ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് കേട്, 1 ടീസ്പൂൺ കേട്. അത് നമുക്ക് ആ ഒരു പുളിപ്പിനനുസരിച്ച് വേണ്ടി ഇടാൻ പറ്റും, അത്രയും നല്ലതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കൊറിയാണ്ടറും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മിൻറ്റും ആഡ് ചെയ്യണം. മിൻറ്റ് മസ്റ്റാണ്, കാരണം ഒരു മിൻറ്റിൻ്റെ ഒരു പ്രത്യേക മണം ആ ഒരു ചിക്കനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊറിയാണ്ടർ ലീഫിൻ്റെ തണ്ടുണ്ടല്ലോ, അതിട്ടാൽ നന്നായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ അടുത്തത് മാരിനേഷനിൽ അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മെഷീൻ കംപ്ലീറ്റായി. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നമ്മുടെ മെഷീൻ്റെ ലാസ്റ്റ് ടാസ്ക്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാലയും അതൊക്കെ പുരട്ടി നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. എന്താ കളറ്! നമ്മുടെ ഈ എന്താണ് പറയുക, നല്ല തുടുത്ത ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാവിത്രി, ഇത് മുതലായവ ആഡ് ചെയ്യുക. ശരിക്കും നോർത്ത് ഇന്ത്യനിലാണ് ചിക്കൻ കറിയിലാണ് അവർ സ്പൈസസ് കൂടുതൽ അവർ ആഡ് ചെയ്യാറ്. ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തത്, ഞാൻ അത് പറയാൻ മറന്നുപോയി. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചിക്കൻ അത്രയും ഹെവി മസാലാസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ അത്രയും ഗരം മസാലയും പെപ്പർ പൗഡർ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവുമായിരിക്കും നമ്മുടെ ചിക്കൻ ഇതിൽ സോർട്ട് ചെയ്ത് വരുമ്പോഴും. അപ്പോൾ അതാണ് ഇതിലൊരു സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിലേക്ക് നേരത്തെ വെച്ച നമ്മൾ 4 ചില്ലി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഓണിയൻ അത്രയും സോർട്ട് ആവണ്ട, ചെറുതായിട്ട് സോർട്ട് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നല്ല എളുപ്പമാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം.
ചിക്കൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും, വളരെ പൊടിക്കണം. അപ്പോൾ അതായത് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയും കുറവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് കുക്കായി വരും. അത് 2-3 മിനിറ്റ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കുക്കായി വരും. ഇപ്പോഴും നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് കുക്കായി ഉണ്ടാവില്ല, അതിൽ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. അങ്ങനെ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 5-6 പീസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പുളിപ്പ് രസത്തിന് ശരിക്കും തക്കാളി ഒരു ടേസ്റ്റാണ് പ്രത്യേകം നമ്മുടെ കറിയിലേക്ക് നമ്മൾ സോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ തിളച്ച് വരും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.